ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പായസമാണ്. ഇതിനായി ആവശ്യമായിട്ടുള്ളത് ചക്ക വരട്ടിയത് 1 കപ്പ്, പിന്നെ കടലപ്പരിപ്പ്, ശർക്കര, തേങ്ങാക്കൊത്ത്, ഏലം, ചുക്ക്, നെയ്യ്, തേങ്ങാപ്പാൽ, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കടലപ്പരിപ്പ് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപരിപ്പ് വെച്ചും ഈ ഒരു പായസം തയ്യാറാക്കാം. കടലപ്പരിപ്പും ചക്ക വരട്ടിയതും ചേർത്താണ് ഇന്ന് ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ഈ ഒരു കടലപ്പരിപ്പിൽ ഒരു 2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി വേവിച്ചെടുക്കാം. ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു നുള്ളു മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഒരു 3 വിസിലോളം വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. 3 ഇതുപോലെയുള്ള ശർക്കര ആണ് ഞാനിതിലോട്ട് ചേർത്തിരിക്കുന്നത്. ശർക്കര പാനിയായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഈ ഒരു ശർക്കര നന്നായി ഈ ഒരു കടലപ്പരിപ്പുമായി ചേർന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര ഇതിനോട് ചേരുന്നതോടുകൂടി കളറൊന്ന് മാറി വരുന്നുണ്ട്. കളറും മാറും, കൂടാതെ ഒരു കൊഴുപ്പ് കൂടി വരും. ഇതൊന്ന് നന്നായി അലിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു കളറാണ് ഇപ്പോൾ നമ്മുടെ പായസത്തിന് വന്നിട്ടുള്ളത്. ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചക്ക വരട്ടിയത് കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെയും ചക്ക വരട്ടിയതിൻ്റെയും അളവ് ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. 1 കപ്പ് ചക്ക വരട്ടിയതാണ് ഇതിനോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3 ശർക്കര കട്ടയും. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ 3-ാം പാൽ അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് അടുത്ത 2-ാം പാൽ ഒഴിക്കേണ്ടത്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും 1-ാം പാൽ കൂടി ചേർത്ത് കൊടുത്തേക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് ചേർക്കേണ്ടത്, അതായത്
ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് നന്നായി എണ്ണയിൽ വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചുക്കും ഏലക്ക പൊടിച്ചതാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അവസാനമായി ആ ഒരു തേങ്ങാക്കൊത്ത് കൂടി ഒന്ന് നെയ്യിൽ വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലെത്തുമ്പോൾ ഇത് ഈ പായസത്തിലോട്ട് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.